പൂച്ചെടി കൊണ്ട് മാത്രമല്ല ചീര കൃഷി ചെയ്തും ഉദ്യാനം തീർക്കാമെന്നൊരു പേർഷ്യക്കാരൻ കാണിച്ചു തരികയാണ്. കൊല്ലം കടവൂർ സ്വദേശി തെങ്ങുവിള വീട്ടിൽ ബി രാമചന്ദ്രൻ പിള്ളയാണ് ചീരയെ പൂക്കളാക്കിയത്. പേർഷ്യൻ വംശജരായ ചീരകളിൽപ്പെട്ട പട്ട്, മോഹിനി, ബ്ലാത്താങ്കരകളാൽ 22 സെന്റ് ഭൂമിയിലെ വീടിന് ചുറ്റും കടും ചുവപ്പും റോസും പച്ചയും നിറങ്ങളിലെ ചീരപ്പൂന്തോട്ടം. കൊല്ലം കടവൂർ പള്ളിവേട്ടച്ചിറയിലെ പേർഷ്യക്കാരനായ രാമചന്ദ്രൻ പിള്ളയുടെ വീടിനു മുന്നിലെ ഉദ്യാനം ആരും അല്പസമയം ഒന്ന് നോക്കി നിന്നുപോകും. മാത്രമല്ല, കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ദീർഘനാളത്തെ പ്രവാസ ജീവിതം മതിയാക്കിയെത്തിയ രാമചന്ദ്രൻ പിള്ള കൃഷിയെ അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റി. എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ ഇവരെ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് പരിപാലിക്കുന്നത്. ഇവർ നമ്മളെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ഞാൻ എന്നെ പരിപാലിക്കുന്നതും അതിനെ നട്ടുവളർത്തി വരുന്നതും. 2-3 മാസം കഴിയുമ്പോൾ ഇവർ പോയിട്ട് പുതിയ ആൾക്കാർ വീണ്ടും വരികയും അവരെയും ഞാൻ പരിപാലിച്ച് അവരും കുറച്ചാൾ കഴിഞ്ഞ് അവരും പോയി തിരിച്ച് തക്കാളി, വഴുതനങ്ങ അങ്ങനെ പല ഐറ്റങ്ങൾ വന്നിട്ട് അവരും 3-4 മാസം കഴിയുമ്പം അവരും പോയിട്ട് തിരിച്ച് വർഷത്തിൽ 2-3 പ്രാവശ്യം മാറി അവർ വരും. അതിനെ ഞാൻ പരിപാലിച്ച് മക്കളായിട്ട് അതിനെ അതുപോലെയാണ് ഞാൻ സംരക്ഷിച്ച് അതിനെ ഇതായിട്ട് തിരിക്കുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന പേർഷ്യയിൽ നിന്നാണ് ചീരയുടെ ഉത്ഭവം. പിന്നീട് ഇന്ത്യയിലേക്കും പുരാതന ചൈനയിലേക്കും നേപ്പാൾ വഴി AD 647 പേർഷ്യൻ പച്ചക്കറിയായി പരിചയപ്പെടുത്തി എന്നതാണ് ചീരയുടെ ചരിത്രം. പേർഷ്യക്കാരനായിരുന്ന രാമചന്ദ്രൻ പിള്ള പേർഷ്യൻ ചീരയെ പരിപാലിക്കുന്നത് ജൈവവളം നൽകി. മികച്ച ഗായകനും ബിടെക് വിദ്യാർത്ഥിയുമായ മകൻ അഭിരാമും ഭാര്യ ശ്രീലതയും രാമചന്ദ്രൻ എന്ന കർഷകന്റെ കയ്യും കാലുമായി ഒപ്പമുണ്ട്. ഈ ഉദ്യാനപാലകൻ ഒരുക്കുന്നത് പൂന്തോട്ടം മാത്രമല്ല, ഭക്ഷ്യസുരക്ഷ കൂടിയാണ്. കടവൂരിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.